ഇസ്രായേൽ ഗാസ യുദ്ധം പുനരാരംഭിച്ചിരിക്കുന്നു. പുതിയ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് അതിൻ്റെ? എനിക്ക് വലിയ അത്ഭുതം തോന്നുകയാണ്. നമ്മുടെ മാധ്യമങ്ങൾ അവിടെ 400 പേര് മരിച്ചു, 500 പേര് മരിച്ചു, സ്ത്രീകളും കുട്ടികളുമാണ് എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുക്കുന്നുണ്ട്. എന്നാൽ അവിടെ വളരെ തന്ത്രപ്രധാനപരമായ ചില നേട്ടങ്ങൾ ഇസ്രയേൽ കൈവരിച്ചു. ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ വെടിയുണ്ട കൊണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഗാസ ഹമാസ് ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് അല്ലേ. അവിടെ ഭരിക്കാൻ ഒരു ഭരണകൂടം, താൽക്കാലിക ഭരണകൂടത്തിനെ ഹമാസ് ഉണ്ടാക്കിയിരുന്നു. ആ ഭരണകൂടത്തിൻ്റെ തലവൻ്റെ പേര് യെസാം അദലീവ് എന്നാണ്. അയാളാണ് ഇവിടുത്തെ ഭരണാധികാരി. അയാൾ ഇന്നലെ കൊല്ലപ്പെട്ടു. അതായത് ഗാസയുടെ ഭരണാധികാരി ഇന്നലെ കൊല്ലപ്പെട്ടു. ആക്രമണം ആരംഭിച്ച ആദ്യ ദിവസം ഗാസ ഭരിച്ചുകൊണ്ടിരുന്ന ഇസ്രയേലിൻ്റെ ഭരണത്തലവനെ ഇസ്രയേൽ കൊന്നു. യെസാം അദലീവിനെ കൊന്നു. തീർന്നില്ല. അഹമ്മദ് അൽ ഹെത്ത, അവിടുത്തെ ഡെപ്യൂട്ടി ജസ്റ്റിസ് മിനിസ്റ്റർ, എവിടെ, ഗസയിലെ ആരുടെ മന്ത്രിസഭ? ഹമാസിന്റെ മന്ത്രിസഭ. അതിൻ്റെ ഡെപ്യൂട്ടി ജസ്റ്റിസ് മിനിസ്റ്ററായ അഹമ്മദ് അൽ ഹെത്ത കൊല്ലപ്പെട്ടു. തീർന്നില്ല. സെക്യൂരിറ്റി സർവീസസിന്റെ ഹെഡ്, അതായത് ഹമാസിന്റെ സർക്കാരിൻ്റെ സുരക്ഷാ കാര്യങ്ങൾ നോക്കുന്ന സുരക്ഷാ വിഭാഗത്തിന്റെ തലവനായ മഹമ്മൂദ് അബു വാഫ്ത കൊല്ലപ്പെട്ടു. തീർന്നില്ല. ഡെപ്യൂട്ടി ജനറൽ ഇന്റർ സെക്യൂരിറ്റി സർവീസസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സുരക്ഷാ ഇൻ്റലിജൻസ് സർവീസ് ഉണ്ട്. അതായത് ഗസയിലെ ഹമാസ് ഭരിക്കുന്ന സർക്കാരിൻ്റെ സുരക്ഷ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ തലവനായിട്ടുള്ള ബഹ്ജാദ് അബു സുൽത്താൻ കൊല്ലപ്പെട്ടു. ഇപ്പം എത്ര പേരായി? 4 പേരായി. ഇനി തീർന്നില്ല. ഹമാസിനെ കൂടാതെ അവിടെ ഇസ്രയേലിനെതിരെ പൊരുതുന്ന മറ്റൊരു ഭീകര സംഘടന കൂടിയുണ്ട്. അതിൻ്റെ പേര് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് മിലിറ്റൻസ്. പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് എന്ന് പറഞ്ഞ തീവ്രവാദി സംഘടനകളുണ്ട്, ഭീകര സംഘടനയാണ്. അവരും ഇതിൻ്റെ കൂടെ, ഹമാസിൻ്റെ കൂടെ ഒരേ വേഷം ധരിച്ച് ഇസ്രയേലുകളെ കൊല്ലാൻ വേണ്ടി, ജൂതന്മാരെ കൊല്ലാൻ വേണ്ടി നടക്കുന്നുണ്ട്. അയാളുടെ പേര് നജി അബു സെയ്ഫ്, അല്ലെങ്കിൽ അബു ഹംസ എന്ന പേരിൽ ഇയാൾ വളരെ കുപ്രസിദ്ധനാണ്. അബു ഹംസ എന്ന് പറഞ്ഞാൽ അറിയത്തുള്ളൂ. ഒറിജിനൽ പേര് നജി അബു സെയ്ഫ് എന്നാണ്. പക്ഷെ കുപ്രസിദ്ധമായ പേര് അബു ഹംസ. ഈ അബു ഹംസ ഈ പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് മിലിറ്റന്റിന്റെ ഔദ്യോഗിക വക്താവാണ്. കൊല്ലപ്പെട്ടു. അയാൾ മാത്രമല്ല, അയാളുടെ ഭാര്യ ഷൈമ കൊല്ലപ്പെട്ടു. അതായത് ഇസ്രയേലിൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഏതാണ്ട് മിക്കവാറും ഹമാസ് നേതാക്കന്മാരൊക്കെ പലതവണ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവശേഷിക്കുന്ന കുറച്ച് പേരേ ഉള്ളൂ. ബാക്കി പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ചത്തു. കുറെ പേര് ഖത്തറിലായിരുന്നു, പൊളിറ്റ് ബ്യൂറോ മെമ്പർമാരെ. ഖത്തർ കടക്ക് പുറത്തെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരൊക്കെ അവിടുന്ന് ഓടി നേരെ ഇപ്പൊ തുർക്കിയിലാണ്. വലിയ നേതാക്കന്മാർ, അവര് വലിയ നേതാക്കന്മാർ, വലിയ സുഭിക്ഷതയിൽ പണം കൊണ്ടാറാടി സമ്പത്തിന്റെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച് സുരക്ഷിത താവളങ്ങളിൽ കഴിയാണ്. സുന്ദരിമാരുടെ കൂടെ ഷാമ്പയിനൊക്കെ അടിച്ച് തകർത്ത് കിടക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹമാസിന്റെ നേതാക്കന്മാർ, പൊളിറ്റ് ബ്യൂറോ മെമ്പർമാർ, പാവപ്പെട്ട കൂലിപ്പട്ടാളക്കാരായ ഭീകരന്മാരാണ് വെടികൊണ്ട് ചാവുന്നത്. അങ്ങനെ ചത്ത് മിക്കവാറും ഒക്കെ തീർന്നു. മിച്ചം ഉണ്ടായിരുന്ന ഗസയിൽ ഉണ്ടായിരുന്നത് ഹമാസിന്റെ ഗാസയിലെ ഭരണത്തലവൻ ഉൾപ്പെടെ, മന്ത്രിമാരുൾപ്പെടെ, സുരക്ഷാ മേധാവി ഉൾപ്പെടെ, ഇന്റലിജൻസ് മേധാവി ഉൾപ്പെടെ, മറ്റൊരു ജിഹാദി സംഘടനയുടെ ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺ ഉൾപ്പെടെ, അയാളുടെ ഭാര്യ പാവപ്പെട്ട ഷൈമ ഉൾപ്പെടെ ഇന്നലെ ചത്തുമലച്ചു. ഇത് വളരെ തന്ത്രപ്രധാനമായ ഒരു വിജയമായിട്ടാണ് ഇസ്രയേൽ കാണുന്നത്. കാരണം അവിടെ ഇപ്പോൾ ഈ കുറേ ആളുകൾ, ഹമാസ് ഭീകരരൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവർ ഈ തലയിലൊക്കെ ബാൻഡൊക്കെ കെട്ടി, മുഖമൊക്കെ മറച്ച്, തോക്കുമൊക്കെ ഇട്ട് നിൽക്കുന്ന ഈ ബന്ദികളെ കുറച്ച് പേരെ വിട്ടയച്ചപ്പോൾ ഇവരുടെ ഒരു പ്രസൻസ് നമ്മൾ കണ്ടു. അവർ വരുന്നു, ആഘോഷിക്കുന്നു, തോക്കും പിടിച്ച് നടക്കുന്നു, വലിയ പട്ടാളക്കാരാണെന്നുള്ള ഭാവത്തിൽ, പട്ടാളക്കാരാണ്, കൂലിപ്പട്ടാളം, മതപട്ടാളം ഭാവത്തിൽ നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അവരെ നയിക്കാൻ ഇപ്പോൾ ഇവരൊക്കെ ഉണ്ടായിരുന്നത്. വീണ്ടും ഹമാസ് എന്നുള്ള ഭീകര സംഘത്തെ നയിക്കാനുള്ള നായകർ നഷ്ടമായി. ഇതാണ് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഇസ്രയേൽ നേടിയ വലിയ നിർണായക നേട്ടം. ഇപ്പൊ നമ്മൾ ആലോചിക്കണം, എന്തുകൊണ്ടാണ് ഏതാണ്ട് 100 ദിവസം അടുത്ത് എത്തിയ, 100 ദിവസമല്ല 60 ദിവസം അടുത്തെത്തിയ വെടിനിർത്തൽ എന്തുകൊണ്ട് ഇസ്രയേൽ ലംഘിച്ചു? ഇസ്രയേൽ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഹമാസ് അതിന് വഴിപെടുന്നിട്ട് കൊടുത്തു. കാരണം ഇനി ഏതാണ്ട് 59ഓളം ഹോസ്റ്റേജസ്, ബന്ദികളെ ജീവനോടെയും അല്ലാതെയും വിട്ടുകിട്ടാനുണ്ട്. അവരെ വിട്ടുകിട്ടണം എന്ന് ഇസ്രയേൽ നിരന്തരമായി പറയുന്നു.
ഹമാസ് സമ്മതിക്കുന്നില്ല. ഹമാസ് ഇടയ്ക്ക് വെച്ച് തന്നെ ഉഴപ്പി തുടങ്ങിയിരുന്നു. കാരണം ഈ പിടിച്ച് വിട്ടയക്കുന്ന ബന്ദികളെ കൊണ്ട് ഒരുപാട് നാടകങ്ങൾ നടത്തി. യഹ്യ സിൻവർ കൊല്ലപ്പെട്ട ആ സ്ഥലത്ത് ആ വീടൊരു സ്റ്റേജ് പോലെയാക്കി അവിടെ വലിയ മ്യൂസിക് ഒക്കെ വെച്ചിട്ട് ഈ ബന്ദികളെ പ്രദർശിപ്പിക്കുക, ഇവരുടെ ശവപ്പെട്ടി പ്രദർശിപ്പിക്കുക. എന്നിട്ടൊരു ബന്ദിയായ ഇസ്രയേലി ഭടനെ ഭീഷണിപ്പെടുത്തിയിട്ട് പറഞ്ഞു ഒരു ഹമാസ് ഭീകരനെ ഉമ്മ വെക്കുന്നതായിട്ട് അഭിനയിക്കാൻ പറഞ്ഞു. അങ്ങനെ ഉമ്മ വെപ്പിച്ചിട്ട് അതിൻ്റെ ചിത്രമെടുത്ത് ഞങ്ങൾ ഭയങ്കര മാലാഖമാരാണെന്ന് കാണിക്കാൻ വേണ്ടി പ്രചരണമൊക്കെ നടത്തി. പിന്നീട് അയാൾ പറഞ്ഞു എന്നെ കൊല്ലും, ഈ ജനങ്ങളുടെ മുന്നിൽ വെച്ച് നിന്നെ വെടിവെച്ച് കൊല്ലും എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ട് ആ ചുംബനം പോസ് ചെയ്യിച്ചത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വലിയ നാടകങ്ങൾ നടത്തുകയായിരുന്നു ഹമാസ്. ബാക്കിയുള്ള 51 പേരെ വിട്ടയക്കണം എന്ന് പലകുറി. ഈഡൻ അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരനുണ്ട്. അമേരിക്കൻ പൗരനാണ്, ഇസ്രയേൽ സൈന്യത്തിലെ അംഗമാണ്, അമേരിക്കൻ ഇസ്രയേൽ പൗരനാണ്. അയാളെ വിട്ടയക്കണമെന്ന് അമേരിക്കയിൽ വലിയ ജനവികാരമുണ്ട്. അതുകൊണ്ടാണ് ട്രംപ് ഇസ്രയേലിനെ പോലും അറിയിക്കാതെ ഒരിക്കലും ഒരു ഭീകര സംഘടനയുമായി ചർച്ച നടത്തത്തില്ല എന്ന തങ്ങളുടെ നയം പോലും മാറ്റിവെച്ച് ഹമാസുമായിട്ട് ചർച്ച നടത്തി. എന്നിട്ട് പറഞ്ഞു വെടിനിർത്തൽ എക്സ്റ്റെൻഡ് ചെയ്ത് ഹോസ്റ്റേഴ്സിനെ വിടുമെന്ന് പറഞ്ഞു. പല തവണ ട്രംപ് പറഞ്ഞു നിങ്ങൾ മുഴുവൻ ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ ഗസയ്ക്കുമേൽ നരകത്തിന്റെ വാതിലുകൾ തുറക്കുമെന്ന് പറഞ്ഞു. എന്നിട്ടും കേട്ടില്ല. കാരണം ഞാൻ സംശയിക്കുന്നത് ഇവരുടെ മക്കൾ ഈ ബന്ദികളൊന്നും ഇല്ല. ആകെയുള്ള ബന്ദികളെ വെച്ചിട്ട് ബന്ദികളുണ്ട് വിടാന്ന് പറഞ്ഞിട്ട് വെടിനിർത്തൽ പരമാവധി ദീർഘിപ്പിക്കുക. എന്നിട്ട് ആ സമയത്ത് റീയാം ചെയ്യുക. വീണ്ടും ആയുധങ്ങളൊക്കെ കിട്ടാൻ വല്ല മാർഗമുണ്ടോ, ഒന്ന് വീണ്ടും യുദ്ധത്തിന് തയ്യാറാക്കാം എന്ന തരത്തിലുള്ള നിലപാടാണ് ഹമാസ് അവരുടെ കൂലിപ്പട്ടാളത്തെ കൊണ്ട് ചെയ്യാൻ ഉറച്ചതെന്ന് തോന്നുന്നു. അതായിരിക്കണം ഇപ്പോൾ തകർത്തിരിക്കുന്നത്. നോക്കൂ, ഇതിന് തൊട്ട് മുമ്പ് ഇപ്പോൾ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം പറയാം. ഇപ്പോൾ ഹൂത്തികളെ, ഹമാസിനെ ഗാസയെ ഇസ്രായേൽ ആക്രമിക്കുന്നതിന് മുമ്പ് ഹൂത്തികൾക്ക് നേരെ വലിയ തോതിലുള്ള ഒരു മാസീവ് അറ്റാക്ക് അമേരിക്ക നടത്തി. നിരവധി പേർ കൊല്ലപ്പെട്ടു. അത് എന്നിട്ട് വീണ്ടും പറഞ്ഞു ഇനി ആരെങ്കിലും ചെങ്കടലിലൂടെ പോകുന്ന അമേരിക്കൻ കപ്പലുകളെയോ അമേരിക്കയിലുള്ള അവിടെ വിമാനവാഹിനി കപ്പലടക്കമുള്ള അമേരിക്കയുടെ ഒരു സേനാവ്യൂഹം കിടപ്പുണ്ട്, അതല്ലാതെ ചെങ്കടലിൽ പോകുന്ന കപ്പലുകളെയോ ആക്രമിച്ചാൽ ഹൂത്തികളെ അല്ല ഞങ്ങൾ ഇനി ആക്രമിക്കാൻ പോകുന്നത് അമേരിക്ക പറഞ്ഞു. കാരണം അങ്ങനെ അടിച്ചാൽ നിന്റെ വീട്ടിൽ കയറി അടിക്കുമെന്ന് മോദി പറയുന്ന പോലെ അല്ല ട്രംപ് പറഞ്ഞത്. നിന്നെ ഇതിന് പറഞ്ഞു വിടുന്ന ഒരു താടിക്കാരൻ കളവനുണ്ടല്ലോ അവിടെ ഇറാനിൽ നിൽക്കുന്ന ഖമനൈ, അവന്റെ വീട്ടിൽ കയറി അടിക്കും എന്ന് ട്രംപ് പറഞ്ഞിരിക്കുക. അതായത് ഇനി ഹൂതികളുടെ ആക്രമണം ഉണ്ടായാൽ തിരിച്ചടി ആർക്കാണ്? ഇറാനിലായിരിക്കും. ഖമനയെ ആക്രമിക്കും, ഇറാനെ ആക്രമിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരിക്കുക. അപ്പൊ യുദ്ധത്തിന്റെ വാതിലുകൾ കൂടുതൽ തുറക്കാൻ പോവുകയാണ്. ഇപ്പൊ നടക്കുന്ന ജബാലിയ, ഗാസ സിറ്റി, ഖാൻ യൂയിസ്, റാഫ അറിയല്ലേ? റാഫയെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ സിനിമാടന്മാർ ചില വലിയ ചോക്ലേറ്റ് കാമ്പയിൻ നടത്തി. ഇവിടെ വലിയ കേരളത്തിൽ വലിയ കാമ്പയിൻ ആയിരുന്നു. ഈ റാഫയെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ്. റാഫേൽ ഇസ്രയേൽ മുതിർന്നപ്പോൾ കേരളത്തിൽ പോലും പ്രതിഷേധം ഉയരാനുള്ള കാരണം നമ്മൾ പലതവണ പറഞ്ഞു. കാരണം ഹമാസിന്റെ ഏറ്റവും വലിയ നേതാക്കന്മാരൊക്കെ റാഫേൽ ഭൂഗർഭത്തിലുള്ള അറകളിൽ ഒളിച്ചിരിക്കുകയാണ്. അതിന്റെ കമാൻഡ് സെന്റർ അവിടെയായിരുന്നു. അവിടെ ആക്രമണം നടത്തിയാൽ ഈ നേതാക്കന്മാരൊക്കെ കൊല്ലപ്പെടും എന്നുള്ളതുകൊണ്ടാണ് കേരളത്തിൽ പോലും ഹമാസിന്റെ രഹസ്യങ്ങൾ അറിയാവുന്ന സിനിമാക്കാർ വരെ ഇവിടെ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, റാഫേൽ എന്തുകൊണ്ട് ഇസ്രായേൽ ഫോക്കസ് ചെയ്യുന്നു? അവിടെയാണ് ഹമാസിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ കേന്ദ്രവും ആളുകളും ഇരിക്കുന്നത്. അവിടെ ആക്രമിച്ചപ്പോൾ മാത്രമാണ് കേരളത്തിൽ പോലും പ്രതിഷേധം വന്നത്. അപ്പൊ ഇതിന്റെ ഹമാസിന്റെ ലിങ്ക് എവിടം വരെ ഉണ്ടെന്ന് അല്ല, ഇന്നലെ തൊട്ട് നമ്മൾ പത്രങ്ങളിൽ അല്ലെങ്കിൽ ചാനലുകളെല്ലാം വരുന്ന ഒരൊറ്റ വാക്ക് വംശഹത്യയിലേക്ക് പോകുന്നു, വംശനാശത്തിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞാണ്. ഏത് വംശം എന്ന് മനസ്സിലായിട്ടില്ല. പാലസ്തീൻ വംശം. പാലസ്തീൻ വംശമൊന്നുമില്ല, വേണ്ടത് നിങ്ങൾ മുസ്ലിങ്ങൾ എന്ന് പറയാം. മുസ്ലിങ്ങൾ വംശനാശത്തിലേക്കൊന്നും പോകില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ വളരുന്ന മതം അതാണെന്ന് അവർ തന്നെ പറയുന്നത്. പിന്നെ എവിടെ വംശനാശം? അങ്ങനെ ഉണ്ടെങ്കിൽ യമനില് സൗദി അറേബ്യ ആക്രമണം നടത്തി. യമനിലേക്ക് 1,00,000 പേരാണ് കൊല്ലപ്പെട്ടത്. അന്ന് സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ എന്നൊക്കെ പറയാൻ ആരും വന്നില്ലല്ലോ. കൊന്നത് സൗദി അറേബ്യ. ആരാ? ഇസ്ലാമിക രാജ്യം. ചത്തത് യമനിലെ മുസ്ലിങ്ങൾ. ഒരാളും കരഞ്ഞില്ലല്ലോ. കേരളത്തിൽ ഒരു പ്രകടനം നടന്നില്ലല്ലോ. ഇവിടെ ഒരു പത്രത്തിൽ വാർത്ത പോലും വന്നില്ല. യമനിൽ 1,00,000-ഓളം മുസ്ലിമുകൾ കൊല്ലപ്പെട്ടു. ആരാക്രമിച്ചിട്ട്? മുസ്ലിം രാജ്യമായ മുസ്ലിങ്ങളുടെ വിശുദ്ധ സ്ഥലങ്ങളുള്ള സൗദി അറേബ്യ ആക്രമിച്ചു. സൗദി അറേബ്യ ആക്രമിച്ചത് ഒരു ന്യായമായ ആക്രമണം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സ്ത്രീകളും കുട്ടികളും നിരപരാധികളും സിവിലിയൻസിനും കൊല്ലപ്പെടുന്നതിൽ നമുക്ക് താല്പര്യമില്ല. അവിടെ നിന്ന് നിരന്തരം ഈ ഹൂതികളും ഇവന്മാരും ഒക്കെ നിരന്തരം സൗദിക്ക് നേരെ മിസൈൽ ആക്രമണം, ഡ്രോൺ ആക്രമണം, റോക്കറ്റ് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുക. സൗദി ലോകത്തിൽ ഒരു കുഴപ്പവും ഉണ്ടാക്കാതെ സമാധാനപരമായി അവരുടെ കാര്യം നോക്കിയിരിക്കുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ. എവിടെങ്കിലും കയറി ആരുടെ അടുത്തെങ്കിലും എന്തെങ്കിലും തിണ്ണമെടുക്ക് സൗദി അറേബ്യ കാണുന്നുണ്ടോ? മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന MBS എന്ന് പറഞ്ഞ ഞാൻ പേഴ്സണലി എൻ്റെ ആരാധ്യനായ ലോക നേതാവാണ്. അദ്ദേഹത്തിന്റെ സർക്കാർ ലോകത്ത് തന്നെ ഏറ്റവും മാതൃകാപരമായ വിപ്ലവകരമായ
നടപടികളും വികസന പ്രവർത്തനവും നടപ്പാക്കിക്കൊണ്ടിരിക്കുക. ആ രാജ്യത്തെ നിരന്തരം ആക്രമിക്കുകയായിരുന്നു ഈ ഹൂതികളും ഒക്കെ. അങ്ങനെയാണ് യമനിലേക്ക് ആക്രമണം നടത്തിയത്. ഇപ്പം നമ്മളിപ്പോൾ തിരിച്ചു വരുമ്പോൾ നോക്കൂ, ഇപ്പം വലിയ മാറ്റങ്ങൾ അവിടെ സംഭവിക്കുകയാണ്. ഇത്താമർ ബെൻ ഗിവർ എന്ന് പറയുന്ന പോലീസ് മന്ത്രി ഉണ്ടായിരുന്നു നെതന്യാഹുവിൻ്റെ സർക്കാരിൽ. ഇത്താമർ തീവ്ര വലതുപക്ഷക്കാരനായിരുന്നു. ഒരു കാരണവശാലും ഈ ഹമാസിനെ ഒന്നും വെച്ചേക്കില്ല, എല്ലാവരും തീർക്കണം, ഒരു വെടിനിർത്തലും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട എന്ന് പറയുന്ന ഇത്താമർ ബെൻ ഗിവർ ജനുവരി രാജിവെച്ചു. എന്താണെന്നറിയാമോ? വെടിനിർത്തൽ ഒപ്പിട്ടതിന് ശേഷം. ഈ ഇത്താമർ ബെൻ ഗിവറാണ് ലോകത്തിലെ ജൂതന്മാരുടെയും ക്രൈസ്തവരുടെയും പുണ്യസ്ഥലമായ ടെമ്പിൾ മൗണ്ടിലേക്ക് ചെന്നു മന്ത്രിയായിരിക്കെ. ടെമ്പിൾ മൗണ്ടിൽ അവിടെ പുരാതന ദാവൂദിന്റെ കാലം മുതലുണ്ടായിരുന്ന പുരാതനമായ ജൂതന്മാരുടെ ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രങ്ങൾ 2 തവണ തകർത്തിട്ടാണ് മുസ്ലിമുകൾ അവിടെ അൽ ഹക്സ എന്ന് പറഞ്ഞ മോസ്ക് ഉണ്ടാക്കിയത്. ക്രിസ്തു മതത്തിനും ജൂതമതത്തിനും ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്ത പുണ്യസ്ഥലിയാണ് ഈ ടെമ്പിൾ മൗണ്ട്. അവിടുത്തെ വിശുദ്ധ ദേവാലയങ്ങളിൽ 2 തവണ തകർത്തിട്ട് ഒരു പള്ളി ഉണ്ടാക്കി. ആ പള്ളി എന്നിട്ട് പോലും അവിടെ സ്റ്റാറ്റസ് കോ നിലനിർത്തിക്കൊണ്ട് ഇസ്രായേൽ സമ്മതിച്ചിരിക്കുന്നത് അവിടെ മുസ്ലിം ആരാധന നടത്തിക്കോട്ടെ, ബാക്കി ആരും ജൂതന്മാരുൾപ്പെടെ അവിടെ ആരാധന നടത്തരുത് എന്നാണ് ഇസ്രായേൽ സമ്മതിച്ചിരിക്കുന്നത്. അവിടേക്ക് ബെൻ ഗിവർ മന്ത്രിയായിരിക്കെ അവിടെ ചെന്നിട്ട് അവരുടെ സർക്കാർ, തൻ്റെ തന്നെ സർക്കാർ ഉണ്ടാക്കിയിരുന്ന വ്യവസ്ഥ ലംഘിച്ച് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു ബെൻ ഗിവർ. എന്നിട്ട് പറഞ്ഞു, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു, എൻ്റെ പട്ടാളക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് വലിയ വിവാദമായിരുന്നു. കാരണം ആ എഗ്രിമെന്റിന്റെ വയലേഷൻ നടത്തി. അങ്ങനെയുള്ള ഇസ്രയേലിനോട്, ജൂത സംസ്കാരത്തോട്, ജൂതമതത്തോട്, ഇസ്രയേലികളുടെ വികാരത്തോട് വലിയ മമതയുള്ള ആളാണ് ബെൻ ഗിവർ. ഇപ്പോൾ തിരിച്ചു പറഞ്ഞിരിക്കുകയാണ്, ഞാൻ തിരിച്ചു വരികയാണ്, ഞാൻ വീണ്ടും നെതന്യാഹുവിൻ്റെ കൂടെ കൂടാൻ പോവുകയാണ്. ഇപ്പൊ അവിടുത്തെ അറ്റോർണി ജനറൽ ഒരു തടസ്സമായിട്ട് വന്നിട്ടുണ്ട്. വീണ്ടും തിരിച്ചു വന്നാൽ ഇയാളെ പോലീസ് മന്ത്രിയൊന്നും ആക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. പോയി പണി നോക്കണമെന്ന് മിക്കവാറും നെതന്യാഹു പറയും. ഏതായാലും ഇസ്രയേൽ അതിൻ്റെ സംഹാരശേഷി വീണ്ടെടുത്തിരിക്കുകയാണ്. അത് ഗാസ വിലയ്ക്ക് വാങ്ങിയതാണ്, ഹമാസ് വിലയ്ക്ക് വാങ്ങിയതാണ്. ഹമാസ് ചെയ്ത ചതി എന്ന് ആലോചിക്കണേ. അതായത് വെടിനിർത്തൽ ഉണ്ടായ ഉടനെ അവിടെ നിന്ന് ഓടിപ്പോയ 5 ലക്ഷത്തെ ആളുകളോട് നിങ്ങൾ ഉടനെ തിരിച്ചു വന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുവന്നു. അതുവരെ ഒറ്റ ഹമാസിനെ വഴി കാണൂലായിരുന്നു. ഈ 5 ലക്ഷത്തോളം ആളുകൾ അവിടെ തിരിച്ചു വന്നപ്പോൾ യുമാരും മാളങ്ങളിൽ നിന്നൊക്കെ പുറത്തിറങ്ങി. കാരണം അവർക്ക് ഉറപ്പുണ്ട്, കാരണം ഞങ്ങളെ വെടിവെച്ചാൽ ഞങ്ങളുടെ കൂടെ ഒരു 10 സിവിലിയനും കൂടെ മരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടത് പലസ്തീനികളുടെ ഒരു സ്നേഹവും ഇല്ല. അവർക്ക് വേണ്ടത് ഇവർക്ക് വെടിയേക്കാതിരിക്കാൻ കവചങ്ങളായി നിർത്താൻ കുറെ മനുഷ്യരെ വേണം. എന്തിന് ഈ ഐക്യരാഷ്ട്രസഭയൊക്കെ ഇവർക്ക് ഭക്ഷണ സാധനങ്ങൾ അയച്ചു കൊടുക്കുമായിരുന്നു വണ്ടികളിൽ. അതിൽ അങ്ങനെ അയച്ച ട്രക്കുകളിൽ 32 ട്രക്ക് കാണാതെ പോയി. ട്രക്ക് എങ്ങനെയാണ് കാണാതെ പോയി? കാറ്റത്ത് പറന്നു പോവാം. ഹമാസ് അടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് അവിടെ ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട പലസ്തീനികൾ ആ വണ്ടികളുടെ അടുത്തേക്ക് ഇത്തിരി ഗോതമ്പ്, ഇത്തിരി കുടിവെള്ളം, എന്തെങ്കിലുമൊക്കെ പോഷക വസ്തുക്കൾ, അല്ലെങ്കിൽ ബിസ്ക്കറ്റ്, സിഗരറ്റ്, ഇതിനൊക്കെ വേണ്ടി ഓടിച്ചെല്ലുമ്പോൾ അവരെ വെടിവെച്ച് കൊണ്ടുവരുന്നത് ഹമാസ്. എന്നിട്ട് ഇവന്മാരാണ് പലസ്തീനികളോട്, മുസ്ലിങ്ങളോട് സ്നേഹം പറയുന്നത്. ഏതായാലും ഹമാസിനെ സംബന്ധിച്ച് ഹമാസ് ഇപ്പോൾ തിരികെയാണ്. ഞാൻ റാഫയുടെ കാര്യം പറഞ്ഞു വന്നത് എന്താണെന്നറിയാം, അത് വിട്ടുപോയി. റാഫ ഇപ്പോഴും വീണ്ടും കേരളത്തിലെ സിനിമാക്കാർക്ക് ഒരിക്കൽ കൂടി ആൾ ഐസ് ഓൺ റാഫ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ റാഫയ്ക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണീർ എന്ന് പറഞ്ഞ ക്യാമ്പയിൻ തുടങ്ങാവുന്നതാണ്. കാരണം റാഫയിലേക്ക് ഇസ്രായേലിൻ്റെ ടാങ്ക് വ്യൂഹം നീങ്ങുന്നു എന്നാണ് പുതിയ വിവരം. അപ്പോൾ വരൂ, അണിചേരൂ, കരയൂ, കണ്ണീരൊരുക്കൂ, ഗാസ കത്തിക്കുകയാണ്. ഇത്തവണ 2-1 കാരണം ട്രംപ് പറഞ്ഞിട്ടുണ്ട്, എന്താണ്, ഗാസയിലുള്ള മുഴുവൻ പേരും മാറണം, അവിടെ ഒരു ഒന്നാന്തരം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റണമെന്ന്. അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇസ്രായേൽ തീർത്തിട്ടേ അടങ്ങുള്ളൂ എന്ന് നെതന്യാഹു പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ 59 ഹോസ്റ്റേഴ്സിനെ കിട്ടുമെന്നുള്ള വിശ്വാസം ഇസ്രായേലിനും ഇല്ല, അമേരിക്കയ്ക്കും ഇല്ല. ഇനിയുള്ളത് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, ഹമാസിനെ ഉന്മൂലനം ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.